വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. ഇന്നലെ നമ്മൾ എന്താ ചെയ്തത്? ഫ്ലയേഡ് കുർത്തിയായിരുന്നു അല്ലേ? അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അംബർല ഗൗൺ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗറൊക്കെ നേരത്തെ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിഗർ വരച്ച് വെറുതെ കുറേ സമയം പോകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാകും കേട്ടോ, എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കതിൻ്റെ വീഡിയോ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് 36 സൈസിലുള്ള അംബർല ഗൗണാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ യോക്ക് പോർഷനും ഉണ്ട്, താഴത്തെ അംബർല പോർഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ സൈസ് ഒന്ന് എഴുതി കൊടുക്കാം. 36 സൈസിലുള്ള ഒരു അംബർല ഗൗണിൻ്റെ ഫുൾ മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേറെ സൈസ് ആണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈസി ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം ചെസ്റ്റ് അളവൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ചെസ്റ്റ് 36 ആണ്. വേസ്റ്റ് എടുത്തിട്ടുള്ളത് 32 ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേപ്പ് യൂസ് ചെയ്തിട്ട് അളന്ന് നോക്കിയിട്ട് ഇതേപോലെ എഴുതി നിങ്ങൾക്ക് ഒരു നോട്ട് പോലെ ആക്കി വെക്കാം. പിന്നെ ഫുൾ ലെങ്ത് എടുക്കുന്നത് 58 ആണ്. ഈ ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും യോക്കിൻ്റെ പോർഷനും താഴത്തെ സ്കേർട്ടിൻ്റെ പോർഷനും അത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ വരിക. അപ്പോൾ രണ്ടിനും കൂടെ ഈ 58 ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫുൾ ലെങ്ത് ആണ്, അതായത് നമ്മുടെ ആ ഒരു ഗൗണിൻ്റെ ഫുൾ ലെങ്ത് ആണ് 58 എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യോക്കിനും പിന്നെ സ്കേർട്ടിനും കൊടുക്കാം. ഇനി നമുക്ക് ബാലൻസ് മെഷർമെൻറ്റ്സ് എഴുതാം. അടുത്തതായിട്ട് ഷോൾഡറാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഷോൾഡർ ഒരു 6 ഇഞ്ചാണ് ഈ ഒരു സൈസിൽ വരുന്നത് കേട്ടോ. ഞാനത് ഇപ്പുറത്ത് ഒന്ന് എഴുതിയും കൂടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് നോട്ടാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. ഷോൾഡർ 6 ഇഞ്ചാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 3 ഇഞ്ച്. നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാമല്ലോ. താഴത്തേക്കുള്ള 2 ഷേപ്പ് വരച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോൾ നോക്കാം. ആം ഹോൾ ഒരു 6 ഇഞ്ച്. അപ്പോൾ ആം ഹോൾ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യാതെ ഇവിടെ. ഇതാണ് ആം ഹോൾ എന്ന് പറയുന്നത്. 6 ഇഞ്ചാണ് കേട്ടോ. ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ടിട്ടാണ്. ഇനി നമുക്ക് ഈ ചെസ്റ്റിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, നമ്മളത് വരയ്ക്കാൻ നേരത്തെ എങ്ങനെയാണ് ചെയ്യുക? 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അല്ലേ ചെയ്യുക? 4 വെച്ച് ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണ്. എന്നിട്ട് ആ എമൗണ്ടാണ് നമ്മളവിടെ വരച്ച് കൊടുക്കുന്നത്. അതായത് 4ആയിട്ടാണല്ലോ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ 9 ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ ആയിട്ട് നമ്മൾ സീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ? നമ്മൾ തയ്യൽ തുമ്പിന് ഇട്ട് കൊടുക്കുമല്ലോ, നമ്മൾ കറക്റ്റ് അളവല്ലല്ലോ കൊടുക്കുക. പ്ലസ് ഒരു 1.5 ഇഞ്ച് സീമും കൂടെ. നിങ്ങൾക്ക് 2 ഇഞ്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 2 ഇഞ്ചും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. 9 ഇഞ്ചസ് പ്ലസ് സീം കേട്ടോ. അതാണ് ചെസ്റ്റിൻ്റെ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ 32 ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്ത് സീം ആഡ് ചെയ്യുക. ഇനി വേസ്റ്റ് ആണ്. വേസ്റ്റ് 8 ഇഞ്ചസ് ആണ് വരുന്നത്. നമ്മൾ ചെസ്റ്റ് ചെയ്ത പോലെ തന്നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. പ്ലസ് ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചസോ നമുക്ക് എക്സ്ട്രാ സീമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വേസ്റ്റിനെ. ഇനി നമുക്ക് യോക്ക് പോർഷനിൽ ലെങ്ത് കൊടുക്കാം. ഞാനൊരു 16 ഇറക്കമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എവിടെ വരെ ഇറക്കം വേണമെന്ന് ടേപ്പിനെ അളന്ന് നോക്കിയിട്ട് ആ ഇറക്കം കൊടുക്കാം. പിന്നെ ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടതെന്ന് മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ഫുൾ ലെങ്ത് 58 ആയിരുന്നു. അപ്പോൾ യോക്കിൻ്റെ 16 നമ്മൾ അതിൽ നിന്ന് കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42 കിട്ടും. അപ്പോൾ 42 ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ടോട്ടൽ ചെയ്യുമ്പോൾ 58 വരുമല്ലോ. അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ഇവിടെയുള്ള റേഡിയസ് ആണ്. ഈ ഒരു കർവ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അരവണ്ണത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ മാത്രം പറഞ്ഞുതരാം. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അവിടെ നമ്മൾ റേഡിയസാണ് കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മുടെ വേസ്റ്റ് ഡിവൈഡഡ് ബൈ 6.28. എല്ലാവർക്കും 6.28 കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതായത് പൈന് നമ്മൾ ഇൻറ്റു 2 ചെയ്യുന്ന വാല്യൂ ആണ്. പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു 2 6.28. അപ്പോൾ ഈ നിങ്ങളതൊന്നും നോക്കണ്ട, 6.28 കോൺസ്റ്റൻ്റ് ആണ്. വേസ്റ്റിന് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എനിക്ക് 5.09 കിട്ടി. അപ്പോൾ നമ്മൾ അതെടുത്തിട്ടാണ് ഈ ഒരു കർവ് മാർക്ക് ചെയ്യുക. ആ ഒരു കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ ഇറക്കം മാർക്ക് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ കേട്ടോ. വേസ്റ്റിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ വെച്ച് ഡിവൈഡ് ചെയ്യണം കേട്ടോ 6.28. എന്നാലേ നമുക്ക് യോക്കായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസും ഒരുപാട് ടൈറ്റും വരാണ്ട് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് അംബർല ഗൗൺ. സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യേ.